ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ചികിത്സാ പിഴവ് അതാണല്ലോ ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഉഷ എന്ന് പറയുന്ന സ്ത്രീയുടെ വയറ്റിനുള്ളിൽ ഒരു ഉപകരണം കുടുങ്ങി. ഇത് ഇപ്പം ഈ പറയുന്ന വണ്ടാനം മെഡിക്കൽ കോളേജിനെതിരെ നേരത്തെയും ചികിത്സാ പിഴവുകളുടെ പേരിൽ ഒരുപാട് വാർത്തകളിലൊക്കെ നിറഞ്ഞിട്ടുള്ള ഒരു മെഡിക്കൽ കോളേജ് തന്നെയാണ് ഈ വണ്ടാനം മെഡിക്കൽ കോളേജ്. പക്ഷേ ഇപ്പൊ ഈ ഒരു സംഭവം വലിയ രീതിയിൽ കത്തിക്കേറുന്നുണ്ട്. ഇവിടെ നമുക്ക് ആരെയാണ് ശരിക്കും കുറ്റപ്പെടുത്താൻ പറ്റുന്നത്? അതായത് ആരോഗ്യ മേഖലയാണോ, ഈ പറയുന്ന ഉദ്യോഗസ്ഥരെയാണോ? ഉദ്യോഗസ്ഥരെ തന്നെ കുറ്റപ്പെടുത്തേണ്ടി വരും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്കറിയാം ആരോഗ്യ മേഖല പൊതു ആരോഗ്യ മേഖല എന്ന് പറയും. അത് കേരളത്തിലെ രാജ്യത്തെ കണക്കനുസരിച്ച് നോക്കുകയാണെങ്കിൽ നീതി ആയോഗിൻ്റെ സർവേ പ്രകാരം എല്ലാം നമ്മൾ പരിശോധിക്കുമ്പോൾ കേരളത്തിലെ ആരോഗ്യ മേഖല 1-ാം നമ്പറിൽ തന്നെ നിൽക്കുകയാണ്. നമ്പർ 1 എന്നൊക്കെ പറയാൻ പറ്റുന്ന അവസ്ഥയിൽ തന്നെയാണ് നിൽക്കുന്നത്. അതിലൊന്നും കേരളത്തിലുള്ള അല്ലെങ്കിൽ കേരളത്തിലെ പ്രതിപക്ഷങ്ങൾക്ക് ഒഴികെ ബാക്കിയുള്ളവർക്കെല്ലാം അത് അങ്ങനെ തന്നെയാണ്. അതിനകത്ത് യാതൊരു മാറ്റവും ഇല്ല. ബാക്കിയുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള കേരളത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ബാക്കി ഉള്ള സംസ്ഥാനങ്ങളിലൊക്കെ ആരോഗ്യമേഖല വളരെ പരിതാപകരമായ അവസ്ഥയിലാണ്. ബീഹാർ ആണെങ്കിലും മഹാരാഷ്ട്ര ആണെങ്കിലും ഉത്തർപ്രദേശ് ആണെങ്കിലും ഏതൊരു സംസ്ഥാനം എടുത്ത് നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാലും ഇതൊരു ന്യായീകരണം എന്നുള്ള നിലയ്ക്കല്ല പറയുന്നത്. പക്ഷേ കേരളത്തിൻ്റെ ഈ ഒരു പൊതുജന ആരോഗ്യ മേഖലയെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ചില ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങൾ പ്രധാനമായിട്ടും ഈ അവിടെയുള്ള ഡോക്ടർമാരുടെ നെഗ്ലിജൻസ്. അവർക്ക് സമരം ചെയ്യാൻ മാത്രമേ അറിയൂ, ശമ്പളക്കാര്യത്തിന് വേണ്ടിയിട്ട്. ഇപ്പം തന്നെ നമുക്കറിയാമല്ലോ, ഇപ്പോൾ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്, നഴ്സുമാർ സമരത്തിലേക്ക് പോകുന്നു. അപ്പം സമരം ചെയ്യാൻ വേണ്ടി മാത്രമേ അറിയുള്ളൂ. ഇപ്പം ഇവിടെ നമുക്ക് അതിന് വേണ്ട KGMO അടക്കമുള്ള സംഘടനകളൊക്കെ അവരെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിൽക്കുകയാണ്, സമരം ചെയ്യുന്ന അവർക്ക് വേണ്ടിയിട്ട്. അതല്ല വേണ്ടത്. ഇവിടെ സിസ്റ്റം മാറണം. സിസ്റ്റം മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള ഈ പറയുന്ന ആൾക്കാർക്ക് പ്രൈവറ്റ് പ്രാക്ടീസ് നടത്തുക എന്നുള്ളതാണ് ഈ ഡോക്ടർമാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അവരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലും കടിച്ചു പിടിച്ച് വൈകുന്നവരെ അല്ലെങ്കിൽ 4 മണി വരെ ഇരിക്കുക, അവരുടെ ഡ്യൂട്ടി ടൈം കഴിയുന്നവരെ ഇരിക്കുക, അതിനുശേഷം നേരെ അവരുടെ വീട്ടിലേക്ക് പോവുകയാണ്. ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രൈവറ്റ് പ്രാക്ടീസിന് ഇരിക്കുന്ന സമയത്ത് അവർക്ക് ഒരു 200 മുതൽ 300 രൂപ വരെയാണ് ഒരു ഡോക്ടർ ചാർജ് ചെയ്യുന്നത്. നമ്മൾ കേൾക്കുമ്പോൾ വിചാരിക്കും വളരെ ലളിതമായ തുകയല്ലേ എന്ന്. ഒരു ദിവസം ആ ഡോക്ടറെ കാണാൻ വരുന്ന രോഗികളുടെ എണ്ണം എത്രയാണെന്നറിയാമോ? മിനിമം ഒരു 30 പേര് 40 പേരൊക്കെ അവിടെ ഈ ഡോക്ടറെ കാണാനായിട്ട് അവിടെ എത്തും. അപ്പോൾ എത്രായിരം രൂപ ഒരു ദിവസം അവിടെ കീശയിലേക്ക് പോകുന്ന ആലോചിച്ച് നോക്കും. അപ്പം സർക്കാർ കൊടുക്കുന്ന ശമ്പളത്തിന് പുറമെ ഇവരിങ്ങനെ മേടിച്ചുകൊണ്ടിരിക്കുക. ഇനിയിപ്പം ആശുപത്രിയിൽ ഒരു സർജറി നടത്തണം. ആ സർജറി നടത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും നമുക്കെല്ലാവരും ഹെൽത്ത് കോൺഷ്യസ് ആണ്. നമുക്ക് നാളെ അവരുടെ കൈപ്പിഴ കൊണ്ട് നമുക്കൊരു അബദ്ധം പറ്റരുത്, അല്ലെങ്കിൽ നമുക്ക് ഇന്ന ദിവസം സർജറി നടക്കണം. ആ സർജറി നടക്കുമ്പോൾ നമുക്ക് യാതൊരു പോരായ്മ ഉണ്ടാകരുത്. നമ്മൾ നേരെ എന്ത് ചെയ്യും? നമ്മുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ നമ്മൾ തന്നെയോ നേരിട്ട് ഡോക്ടറെ വീട്ടിൽ പോയി കാണുകയാണ്. കയ്യിൽ കുറച്ച് കാശുണ്ട്, ഈ കാശും കൊടുത്തുകൊണ്ട് ഡോക്ടറെയൊക്കെ പോയി കണ്ട് നമ്മുടെ കാര്യം സേഫാക്കി പോരുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഈ ഒരു സിസ്റ്റം മാറണം. ഈ സിസ്റ്റം മാറണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ ആരോഗ്യ വകുപ്പ് വളരെ കൃത്യമായ വിജിലൻ്റായി നിന്നുകൊണ്ട് ഇതിനകത്ത് ഇടപെടൽ നടത്തണം. എങ്കിൽ മാത്രമേ ശരിയാവുകയുള്ളൂ. ആലപ്പുഴ മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഈ പേരുദോഷം കേൾക്കാൻ തുടങ്ങിയിട്ട് കാലം എത്രയായെന്നറിയൂ? കാലം കുറേ ആയെന്നേ. അവിടെ നമുക്കറിയാം, കഴിഞ്ഞ ഒരു കുഞ്ഞ് ജന്മനാ തന്നെ ഡിഫക്റ്റോട് കൂടി ഒരു കുഞ്ഞ് ജനിക്കാൻ വരെ കാരണക്കാർ ആലപ്പുഴ മെഡിക്കൽ കോളേജാണ്. കൃത്യമായി അനലൈസ് ചെയ്തില്ല ആ കുഞ്ഞിന് എന്തെങ്കിലും ജനിതക വൈകല്യങ്ങളുണ്ടോ. അത്രയ്ക്ക് ഒരു സാധാരണഗതിയിൽ ഒരു കുഞ്ഞിന് ജനിതക വൈകല്യങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. അങ്ങനെയുള്ള ആ കുട്ടി ജനിച്ചാലും വലിയ തിരക്കേടില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകും. ഇതങ്ങനെയല്ല. ആ കുഞ്ഞിന് സർവൈവ് ചെയ്യാൻ പറ്റാത്തൊരു കുഞ്ഞ്, ഒരു രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പെൺകുട്ടി ഇത്രയും കാലം ആ കുഞ്ഞിനെ ഗർഭം ധരിച്ച് ഒടുവിൽ പ്രസവിച്ച് കഴിയുമ്പോൾ തൻ്റെ കുഞ്ഞ് ഇങ്ങനെ ഒരു അവസ്ഥയിലാണെങ്കിൽ, സർവൈവ് ചെയ്യാത്തൊരു കുഞ്ഞാണെങ്കിൽ അതിലാരാ ഉത്തരവാദിത്വം പറയേണ്ടത്? ആശുപത്രി അധികൃതർ കൃത്യമായി മോണിറ്റർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതിന്റെ പ്രശ്നം. അപ്പോൾ അങ്ങനെ തുടങ്ങി ഇതാ ഇപ്പൊ കിടക്കുന്നു വൈറ്റിനകത്ത് ഒരു ശസ്ത്രക്രിയ ഉപകരണം ഫോഴ്സപ്പുമായിട്ട് ഒരു സ്ത്രീ കഴിഞ്ഞ 5 വർഷമായിട്ട് ജീവിക്കുന്നു. അതും ആയിരിക്കും ലളിതാംബിക എന്ന് പറഞ്ഞ ഡോക്ടർ ലളിതാംബികയുടെ ഒരു വാക്ക്. അതവിടെ കിടന്നാലും കുഴപ്പമൊന്നുമില്ല. 20 വർഷം വരെ കിടന്നാലും ഒരു കുഴപ്പമില്ല. അത് അവരാണോ തീരുമാനിക്കുന്നത്? നമ്മുടെ മനുഷ്യ ശരീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സാധനം നമ്മുടെ ശരീരത്തിനകത്ത് കുടുങ്ങിക്കഴിഞ്ഞാൽ അതിനെ പുറത്തേക്ക് തള്ളാനുള്ള ഒരു മെക്കാനിസം നമ്മുടെ ശരീരം കാണിച്ചു തരും, ലക്ഷണം കാണിച്ചു തരും നമ്മുടെ ശരീരം. അങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഘടന. അങ്ങനെയാണ്. ഈവൻ നമ്മൾ പറയാറില്ലേ, നമ്മുടെ ശരീരത്തിൽ മുള്ളു കൊള്ളുക എന്ന് പറയും. മുള്ളു കൊണ്ട് കയറി കഴിയുമ്പോഴേക്ക് ഈ മുള്ള് കുറച്ച് ദിവസം നമ്മൾ പോട്ടെ വിട്ടിരുന്നിട്ട് ചെറിയ മുള്ളല്ലേ, നമുക്ക് വലിയ കാര്യമായ ക്ഷതമൊന്നും ഏൽപ്പിക്കാതിരിക്കുന്ന സാധനമല്ലേ നമ്മൾ കരുതും. പക്ഷെ കുറച്ചുകൂടെ കഴിയുമ്പം ബോഡി ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഒരു ആൻറ്റിബോഡീസ് ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് നമ്മുടെ ആ ഫോറിൻ കണ്ടന്റിനെ പുറത്തേക്ക് തള്ളും. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. അതേപോലെ അവർക്ക് ഇത്രയും വർഷക്കാലമായിട്ട് അവർ അനുഭവിച്ചുകൊണ്ടിരുന്നൊരു പെയിൻ ഉണ്ടായിരുന്നു. ഈ പറയുന്ന ഡോക്ടർ ഷാഹിദ് അങ്ങനെയാണ് പറയുന്ന ഡോക്ടറാണ് സർജറി നടത്തിയത്. 2021 ഈ ലളിതാംബികയുടെ ടീമിലുണ്ടായിരുന്നൊരു ഡോക്ടറാണ്. അവരാണ് സർജറി നടത്തിയത്. അവർക്കെന്താ ഇത്ര നിരുത്തരവാദപരമായിട്ടാണ് ഒരു മനുഷ്യ ശരീരത്തെ കീറി മുറിക്കുന്നത്? ഒരു രോഗി
അവിടെ വന്ന് കിടക്കുന്ന സമയത്ത് ഒരു ഈ പറയുന്ന പോലെ ഓപ്പറേഷൻ ടേബിളിലേക്ക് വന്ന് കിടക്കുമ്പോൾ ആ രോഗി ജീവൻ കയ്യിൽ കൊടുത്തിരിക്കുകയാണ് ഡോക്ടറുടെ കയ്യിലേക്ക്. ഇതാ നിങ്ങളുടെ കയ്യിലേക്ക് ഞാൻ എൻ്റെ ജീവനാണ് ഏൽപ്പിക്കുന്നത്. പുറത്ത് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു പറ്റം പിന്നെ ബന്ധുക്കളുണ്ടെന്നേ. അവരെല്ലാം ആരല്ല വിശ്വാസം അർപ്പിക്കുന്നത്? ദൈവത്തിനേക്കാൾ ഉപരി ആ നിൽക്കുന്ന ഡോക്ടർമാരുടെ കയ്യിലേക്കാണ് വിശ്വാസം ഏൽപ്പിക്കുന്നത്. ആ വിശ്വാസത്തിനേറ്റ കനത്ത മുറിവാണ്. ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ ഇവരെ പ്രോസിക്യൂട്ട് ചെയ്യണം, ഇങ്ങനെയുള്ള ഡോക്ടർമാരെ. കാര്യം നാളെ പിന്നെ പൊതുജനാരോഗ്യം എന്ന് പറയുന്നത് കുതിച്ചുചാട്ടത്തിലേക്ക് എത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ എല്ലാവരും കേരളം നമ്പർ 1 ആണ് എന്ന് പറഞ്ഞ് നമ്മൾ അഹങ്കരിച്ചുകൊണ്ടിരിക്കുക. ആരോഗ്യരംഗത്ത് നമ്മൾ നമ്പർ 1 ആണ്. നമ്മൾ ഈ അഹങ്കാരം കൊണ്ടു നടക്കുന്ന സാഹചര്യത്തിലാണ് ഇതുപോലെയുള്ള മെഡിക്കൽ കോളേജുകളിൽ ഇതുപോലെ നിരുത്തരവാദപരമായ ഡോക്ടർമാർ നിരന്നു നിൽക്കുന്നത്. ഇവരെ എല്ലാം നിരത്തി പ്രോസിക്യൂട്ട് ചെയ്യണം. അതിന് ഉത്തരവാദി ആരെന്ന് വളരെ കൃത്യമായി കണ്ടുപിടിക്കണം. അവർക്ക് ഇതിനു മുൻപും സർജറി അവിടെ മണ്ടാനം മെഡിക്കൽ കോളേജ് നടന്നിട്ടുണ്ട്. ഞാൻ ഈ പറയുന്നത് മണ്ടാനം മെഡിക്കൽ കോളേജിന്റെ ആ ഒരു നെഗ്ലിജൻസിന്റെ അങ്ങേ അറ്റമാണത്. ഇത് പിന്നെ കുറച്ചുകൂടെ കടുപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഇടിച്ചു പൊളിച്ച് കളഞ്ഞിട്ട് അവിടുത്തെ ഡോക്ടർമാരെയും പിരിച്ചു വിടണം. അതാ ചെയ്യേണ്ടത്. കാര്യം ഇത്രയ്ക്ക് വൃത്തികെട്ട ഒരു പിന്നെ ഡോക്ടർമാരുടെ അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാഫുകളുടെ സ്വഭാവ സവിശേഷതയുള്ള ഒരു വേറൊരു ഹോസ്പിറ്റൽ വേറെ ഇല്ല. വേറെ നമ്മൾ കോട്ടയം മെഡിക്കൽ കോളേജ് ഉണ്ട്. എത്ര തവണ അതിനെ ചൊല്ലി പരാതി വരുന്നുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ, ഇതുപോലെ തിരുവനന്തപുരം ഉണ്ട്, കോഴിക്കോടുണ്ട്. ഇവിടെ ഹോസ്പിറ്റൽ നെഗ്ലിജൻസ്, കോഴിക്കോടിനെതിരെയും പരാതി വരുന്നുണ്ട്. പക്ഷേ കോഴിക്കോടൊക്കെ ആലപ്പുഴയെക്കാട്ടിൽ വിരളമായിട്ടാണ് അവിടെ നിന്നൊക്കെ പരാതി ഉയർന്നു വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഇതിനെല്ലാം പേരുദോഷം കേൾപ്പിക്കാൻ വേണ്ടി ഉള്ള ഒന്നാണ്. ഇതെല്ലാം ആരോഗ്യരംഗത്തെ, പൊതു ആരോഗ്യരംഗത്തെ ഏറ്റവും കൂടുതൽ മറ്റുള്ളവരുടെ മുമ്പിൽ അപഹാസ്യരാക്കുന്ന തരത്തിലുള്ള സമീപനമാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, എത്ര ഉത്തരവാദിത്വം ഉണ്ടെന്ന്. ഇപ്പോൾ ഒരു സർജറി കഴിഞ്ഞ ഉടനെ അവർക്ക് ഇത് രജിസ്റ്റർ ചെയ്യണം. ഇന്ന പിന്നെ ടൂൾസാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചത്. അപ്പോൾ അതിൻ്റെ എല്ലാം നമ്പർ അടക്കം ഇട്ടിട്ട് ഇന്ന സാധനങ്ങൾ ഉപയോഗിച്ചു എന്നുള്ളത് എടുക്കുകയും തിരിച്ച് ഈ സർജറി കഴിയുമ്പോൾ ഇത് ഈ ടൂളിൻ്റെ ഡീറ്റെയിൽ അവർ കുറിച്ച് വെക്കുകയും വേണം. ഇന്ന സാധനങ്ങൾ തിരിച്ചെടുത്തിട്ടുണ്ട്, അതിൻ്റെ ഉപയോഗം കഴിഞ്ഞ് തിരിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ള. എന്തുകൊണ്ട് ഇവർ രജിസ്റ്റർ സൂക്ഷിക്കുന്നില്ല? ഇങ്ങനെ രജിസ്റ്റർ വേണ്ടേ? അത് എഴുതാൻ ആളില്ലത്രേ. ഇല്ലാന്നുണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതല്ലേ ഈ കാര്യങ്ങളെല്ലാം എന്ന് പറഞ്ഞിട്ട്. അപ്പം ഈ ഫോഴ്സപ്സ് ഒരെണ്ണം കാണാനില്ലെങ്കിൽ അത് കാണും, അത് എവിടെ പോയി എന്നായിരിക്കും അടുത്ത ചിന്ത. ആ മുറിവ് തുന്നിക്കെട്ടുന്നതിന് മുമ്പ് അത് ചിന്തിക്കണ്ടേ ഇവർ? ഇതൊന്നും ഇല്ലാതെയാണോ ഒരു ഹോസ്പിറ്റൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? ഏതും ആലപ്പുഴ മെഡിക്കൽ കോളേജ് പോലെ, വണ്ടാനം മെഡിക്കൽ കോളേജ് പോലെ ഇത്രയധികം രോഗികൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. കൊല്ലം ജില്ലയുടെ ഒരു പകുതി ഭാഗത്ത് നിന്നുള്ളവർ അവിടെ എത്തുന്നുണ്ട്. ആലപ്പുഴ ജില്ലയിലുള്ള മുഴുവൻ ആളുകൾ അവിടേക്ക് എത്തുന്നുണ്ട്. കോട്ടയം ചങ്ങനാശ്ശേരി ഭാഗത്തു നിന്നുള്ള നിരവധി പേര് ആലപ്പുഴ മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കുന്നുണ്ട്. കുട്ടനാട് മേഖലയിൽ അവിടെയൊക്കെ സാധാരണക്കാരാണെന്ന് കിടക്കുന്നത്. അപ്പുറത്തോട്ട് നോക്കിയാൽ കടലോര മേഖലയാണ്, മത്സ്യത്തൊഴിലാളികൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഭാഗമാണ്. അവിടങ്ങളിലൊക്കെ ഉള്ളവരാണ് ഈ വണ്ടാനം മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കുന്നത്. അവിടെയാണ് ഈ നെഗ്ലിജൻസ് നടക്കുന്നത്. ഒരു സ്ത്രീ പനിയായിട്ട് വന്ന് തിരിച്ചുപോയി വീട്ടിൽ വെച്ച് മരണപ്പെടുന്നു. ആരാ കാരണക്കാര്? ഡോക്ടേഴ്സാണ്. അവർക്ക് എന്താണ് പ്രോബ്ലം ഉള്ളതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന് വേണ്ട ട്രീറ്റ്മെൻ്റ് ആണ് കൊടുക്കേണ്ടത്. ഇത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇത് ഉണ്ടാകുന്ന വലിയ ഭവിഷ്യത്ത് എന്താണെന്നറിയോ? ഇതുമൂലം ഇപ്പോൾ അവരെവിടെയാ പിന്നെ ഉഷ ഉള്ളതെന്നറിയോ? അവരിപ്പോൾ ഉള്ളത് പിന്നെ അമൃത ഹോസ്പിറ്റലാണ്. എറണാകുളത്തെ അമൃത ഹോസ്പിറ്റലാണ് അവരിപ്പോൾ ഉള്ളത്. അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് ഒരു രോഗി പോകുന്നു? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ കഴിഞ്ഞ ദിവസം വീണ ജോർജ് മന്ത്രി തന്നെ അവിടെ നിന്ന് പറഞ്ഞിരുന്നു, ഒരു ഡയാലിസിസ് എന്ന് പറയുന്ന ഡയാലിസിസ് കേന്ദ്രങ്ങൾ നിരവധിയായിട്ട് നിയമസഭ പറഞ്ഞാണ്. നിരവധി ഡയാലിസിസ് കേന്ദ്രങ്ങൾ തുറന്നിട്ടുണ്ട്. ഈ ഡയാലിസിസ് കേന്ദ്രങ്ങൾ തുറന്നതുകൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞാൽ രോഗിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഡയാലിസിസ് ചെയ്യുമ്പോൾ അവർക്ക് ഒരു സ്വകാര്യ ആശുപത്രിയിൽ 2000 രൂപ വരെ ചിലവാകുന്നുണ്ട്. ഒരു ആഴ്ചയിൽ 3 തവണ ഡയാലിസിസ് ചെയ്യേണ്ടി വരും. 6000 രൂപ അവർക്ക് ചിലവാണ്. സർക്കാർ ആശുപത്രിയിലേക്ക് ഡയാലിസിസ് വരുമ്പോൾ ഉണ്ടാകുന്ന ഗുണം ഈ 6000 രൂപ അവർക്ക് ലാഭമാണ്. അവർക്ക് മുടക്കേണ്ടി വരുന്നില്ല. പാവപ്പെട്ടവരല്ലേ, അവർക്ക് വേണ്ടിയിട്ടല്ലേ ഈ പറയുന്ന ഈ ആതുരാലയങ്ങൾ തുറന്നു വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരെ ഈ രീതിയിൽ ക്രൂശിക്കുന്ന തരത്തിലാണെങ്കിൽ നാളെ ഏതെങ്കിലും ഒരാൾ അവിടേക്ക് ചെന്ന് കയറി കൊടുക്കൂ? മനഃപൂർവ്വം ആരെങ്കിലും ചെന്ന് കയറി കൊടുക്കൂ? എനിക്ക് വേണ്ട എൻ്റെ ലൈഫാണ്. ഞാനൊരു സർജറി, അവരാണെങ്കിൽ യൂട്രസ് റിമൂവ് ചെയ്യാൻ വന്നൊരു സ്ത്രീയാണ്. അപ്പോൾ അവർക്ക് ഏകദേശം ഇപ്പോൾ അവർക്ക് 51 വയസ്സുണ്ട്. ഈ സംഭവം നടക്കുന്ന സമയത്ത് ഒരു 46 വയസ്സ് മാത്രം പ്രായമുള്ളൊരു യുവതിയായിരുന്നു അവർ. ആ സമയത്താണ് ഇത് കാണിച്ചത്. എന്നിട്ടോ ഇനിയിപ്പം ഇത് ആർക്കാ ഗുണകരമായി മാറുന്നത്? ഇമാതിരി തോന്നിവാസങ്ങൾ നമ്മുടെ സർക്കാർ ആശുപത്രിയിൽ നടക്കുമ്പോൾ ഇത് ഗുണകരമാവുന്ന ആർക്കാണ്? ഇവിടുത്തെ പ്രൈവറ്റ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ വലിയ ലോബിക്കാണ് ഗുണമായി മാറുന്നത്, ഇല്ലേ? അവർക്കാ ഗുണമായി മാറുന്നത്. ഇപ്പം നമുക്കറിയാം, ഇവിടെ കോവിഡ് പാൻഡമിക് വന്ന സമയത്ത് ഈ നമ്മുടെ സർക്കാർ ആശുപത്രി എല്ലാം സജ്ജമായിരുന്നു. എന്നാൽ അതേസമയം പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഒരു പാക്കേജ് ഉണ്ടാക്കി വെച്ചു. ഒരു പാക്കേജ്, അതായത് ഇപ്പം എനിക്ക് കോവിഡ് ബാധിച്ചു കഴിഞ്ഞാൽ ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ ഒരു പാക്കേജാണ് 10000 രൂപ. അതൊരു ഹോസ്പിറ്റലിൽ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചുമത്തുന്ന എമൗണ്ടാണ് 10000 രൂപ. ആ 10000 രൂപ ഒരു പാക്കേജാണ്. എനിക്ക് റൂം ഉണ്ടാവും, ഫുഡ് ഉണ്ടാവും, എല്ലാം ഉണ്ടാവും, മെഡിസിൻ ഉണ്ടാവും. ഇത്രയും കാര്യങ്ങൾ ഒരു പാക്കേജായിട്ട് ഒരാഴ്ചത്തെ ക്യാഷാണ്.
ഇങ്ങനെയായിരുന്നു ഒരു പാക്കേജ്. ഓരോ ഹോസ്പിറ്റലിന്റെ വലിപ്പം അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും കേട്ടോ. ഞാൻ ഏറ്റവും കുറഞ്ഞ തുകയാണ് ഞാൻ പറയുന്നത്. ഈ രീതിയിൽ 10,000 മുതൽ ഏകദേശം 1,00,000 രൂപ വരെ ഒരാൾക്ക് ചിലവാകിക്കൊണ്ടിരിക്കും. എന്നാൽ എന്തുകൊണ്ട് പിന്നെ മിക്കവരും ഇത് പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് എന്താ? ഇപ്പൊ ഈ പറയുന്ന സ്ത്രീ പിന്നെ ഉഷ തന്നെ എന്തുകൊണ്ടാണ് അമൃത ഹോസ്പിറ്റലിലേക്ക് പോയത്? സർക്കാരിൽ വിശ്വാസമില്ലെന്നേ. സർക്കാർ ഹോസ്പിറ്റലിൽ വിശ്വാസമില്ല, അവിടുത്തെ ഡോക്ടർമാരിൽ വിശ്വാസമില്ല. എങ്ങനെ വിശ്വസിക്കും? ഒരു തവണ തൻ്റെ ശരീരത്തിൽ ഒരു കത്രിക വെച്ച് തുന്നിക്കെട്ടി വിട്ടിട്ട് വീണ്ടും അവിടെ തന്നെ പോയി ജീവിതം പരീക്ഷണശാലയാക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കൂ? ആരെങ്കിലും ആഗ്രഹിക്കും? ഇപ്പം വീണ ജോർജ് മന്ത്രി പറഞ്ഞു അന്വേഷണം നടത്തുക മാത്രമല്ല ഉത്തരവാദികളെ കൃത്യമായി പ്രോസിക്യൂട്ട് ചെയ്യണം, അതിന് ഏത് വമ്പനാണെങ്കിലും. കാര്യം കേരളത്തിനുണ്ടാകുന്ന നാണക്കേടാണ് ഇതൊക്കെ. അപ്പം പ്രൈവറ്റ് ഹോസ്പിറ്റലിന് ഗുണകരമായില്ലേ? അവർക്ക് അവിടെ ഇപ്പം ഇവിടെ നടത്തുന്ന ഒരു സർജറിക്ക് ഇവിടെ ഫ്രീ ആയിട്ടാണെങ്കിൽ അങ്ങനെ നടത്തുന്ന സർജറിക്ക് പോലും അവിടെ ലക്ഷങ്ങൾ നമ്മൾ കൊടുക്കേണ്ടി വരും. അതായത് മെറ്റീരിയൽ കൂടാതെ നമ്മൾ ലക്ഷങ്ങൾ കെട്ടിവെച്ചാൽ അവർ സർജറിക്ക് തയ്യാറാവുകയുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പാവങ്ങൾ എങ്ങോട്ട് പോവും? ഈ പാവപ്പെട്ട പിന്നെ ഈ പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ആ ഭാഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടാനം മെഡിക്കൽ കോളേജ് നിൽക്കുന്നതിന് ചുറ്റും പരിസരത്തുള്ളതെന്നൊക്കെ പറഞ്ഞാൽ അല്ല വലിയ സമ്പന്നരായിട്ടുള്ള ആൾക്കാരുണ്ട്. മത്സ്യത്തൊഴിലാളികൾ ആ കൂട്ടത്തിലുണ്ട്. അവിടെ ഇപ്പോൾ കുട്ടനാട്ടിൽ നിന്ന് വരുന്ന കർഷക മേഖലയിൽ പണിയെടുക്കുന്ന സാധാരണ തൊഴിലാളികളുണ്ട് അവിടെ. ഇവരൊക്കെ ആശ്രയിക്കുന്ന ഒരു മെഡിക്കൽ കോളേജിൽ ഇമാതിരി തോന്നിയാസം നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഒന്നാലോചിച്ച് നോക്കൂ. അല്ല, ഇങ്ങനെയുള്ള ഡോക്ടർമാർ ശരിക്കും ഇവരാരും ഡോക്ടർമാരെന്ന് വിളിക്കാൻ അർഹനല്ലെന്നേ. അവർക്ക് ശമ്പളം കിട്ടാൻ വരുമ്പോൾ അവർ സമരത്തിനിറങ്ങുക, ശമ്പള വർധന കാണിച്ചുകൊണ്ട് സമരത്തിനിറങ്ങുക. ഈ സമരത്തിന് ഇറങ്ങുന്ന സമയത്ത് പലപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യമാണ്, ഈ ഡോക്ടർമാരെന്ന് പറഞ്ഞാൽ അങ്ങനെ ഈ തനിക്ക് കിട്ടുന്ന വേജസ് നോക്കിയിട്ട് പിന്നെ ജോലി ചെയ്യേണ്ടവരാണോ? അല്ല. അവർക്ക് രോഗികളോട് കമ്മിറ്റ്മെന്റ് ഇല്ലേ? ഒരു കാഷ്വാലിറ്റി വരുന്ന ഒരു പേഷ്യന്റിനെ എന്റെ ഡ്യൂട്ടി ടൈം കഴിഞ്ഞെന്ന് പറഞ്ഞ് ഇട്ടിട്ട് പോകാൻ പറ്റുമോ ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം? ഇല്ല. അപ്പൊ ചെയ്യരുത്, ചെയ്യാൻ പാടില്ല. ഇതൊരു എത്തിക്സ് ഉള്ള ഒരു തൊഴിലാണിത്. ഇതിനൊരു എത്തിക്സ് ഉണ്ട്. ഈ എത്തിക്സ് പരിപാലിക്കാത്ത ആരെങ്കിലും ഈ പറയുന്ന ആരൊക്കെ ഏതൊക്കെ കൊലകൊമ്പനാണെന്ന് പറഞ്ഞാലും ഇപ്പൊ നമ്മുടെ സർക്കാർ ആശുപത്രിയിൽ ഉണ്ടെങ്കിൽ അവരെല്ലാം പിരിച്ചു വിട്ടിട്ട് നിർബന്ധിതമായി പിരിച്ചു വിടുക. ഇവരുടെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞ പ്രൈവറ്റ് പ്രാക്ടീസാ. നിരോധിക്കണം. വീട്ടിൽ രോഗികളുടെ ഒരു റിലേറ്റീവ് പോലും കയറി കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ നടപടി എടുക്കാന്നില്ല, ഇവർ പ്രോസിക്യൂട്ട് ചെയ്യണം. ഇത് എന്തൊരു കൃത്യവിലോ പോയി കാണിച്ചെന്ന് ആലോചിച്ച് നോക്കും. ഒരു സ്ത്രീയുടെ ലൈഫ് വെച്ചിട്ടാണ് അവർ കളിച്ചത്. ഇത്രയും വലിയ കൃത്യവിലോപം കാണിക്കാന്ന് പറഞ്ഞാൽ എന്തൊരു നാറിത്തരം ആലോചിച്ച് നോക്കും. ഇതാ ഷാഹിദയല്ല, ലളിതാംബികയല്ല, ഇനി ഏതൊരു ഡോക്ടർ സർജറി നടത്തിയെന്ന് പറഞ്ഞാലും ഇതൊന്നും ചെയ്യാൻ പാടില്ലാത്ത കാര്യം തന്നെയാണ്. ഇതുമൂലം ഉണ്ടാകുന്ന കേട് സർക്കാരിനാണ്, അതോടൊപ്പം ആരോഗ്യ മേഖലയ്ക്കാണ്, ആരോഗ്യ വകുപ്പിനാണ്. അതുകൊണ്ട് വീണ ജോർജ് ഇക്കാര്യത്തിൽ വളരെ കർശനമായ നിലപാട് എടുക്കുമെന്ന് തന്നെയാണ് ഞാൻ ഇക്കാര്യത്തിൽ പ്രതീക്ഷിക്കുന്നത്. കാര്യം തെരഞ്ഞെടുപ്പാണ്. അതുപോലെ സ്വകാര്യ ആശുപത്രികൾ ഇവിടെ കുന്നുകൂടിക്കൊണ്ടിരിക്കുകയാണ് ജനങ്ങളെ പിഴിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നിന്നൊക്കെ ജനങ്ങൾക്ക് എൻ്റെ ആശുപത്രി എന്ന് പറഞ്ഞുകൊണ്ട് കയറി ചെല്ലാൻ പറ്റുന്ന ഒരു ഇടമാക്കി നമ്മുടെ കേരളത്തിലെ മെഡിക്കൽ കോളേജുകളെ മാറ്റിയെടുക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ വീണ ജോർജിനെ പോലുള്ള മന്ത്രിമാരുടെ ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമാണെന്ന് കൂടി ഓർമ്മിപ്പിക്കുക.